ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ നമുക്കിവിടെ പലപ്പോഴും കാണാം. അത്യാവശ്യം ഇഷ്ടം പോലെ നമ്മുടെ കള്ളുകളുണ്ട്. ബ്രാൻഡി ആയിട്ടും വിസ്കി ആയിട്ടും റമ്മായിട്ടും എന്ന് വേണ്ട എല്ലാ വക സാധനങ്ങളും. ഞാൻ തൽക്കാലം ഞാനിതൊന്നും മേടിച്ചിട്ട് പോകുന്നില്ല. കാരണം ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അത്യാവശ്യം നല്ല സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് സാധാരണ ഇതൊക്കെ മേടിച്ച് നാട്ടിലേക്ക് കൊണ്ടിരുന്നത്. നമ്മളിത് അങ്ങോട്ടല്ലേ പോകുന്നത്. എന്തിനാണ് നമുക്ക് ഇത് മേടിച്ച് അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ഈ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല. നേരെ ഗേറ്റിൽ നിന്ന് തപ്പി പിടിക്കുക, നമ്പർ 10. അതിന് ശേഷം വല്ലതും കുടിക്കണം. നല്ലതാണ്, ദാഹിക്കുന്നുണ്ട്. പിന്നെ നല്ല ഉറക്കം വരുന്ന സമയമാണ്. പറ്റുമെങ്കിൽ ഒരു എനർജി ഡ്രിങ്ക് കിട്ടുവാണെങ്കിൽ കൊള്ളാം. നോക്കട്ടെ, വല്ല റെഡ് ബുള്ളെങ്ങാനും കിട്ടുമെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. കാരണം നല്ല ടയേർഡാണ്. കാര്യം ഒരു ദിവസം രാത്രി കംപ്ലീറ്റ് ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഇവിടെ ഫുൾ എഴുതിയിട്ടുണ്ട് 1 to 26 വരെ, 1 തൊട്ട് 26 വരെയുള്ള എല്ലാ ഗേറ്റുകളും നേരെ പോയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വലിയ സീനില്ല. കാരണം വെച്ചാൽ നമുക്കിഷ്ടംപോലെ സമയമുണ്ട്, ഗേറ്റ് ഓൾമോസ്റ്റ് അറിയാം. സോ കുഴപ്പമില്ല. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹാപ്പിയാണ്. ഒരുപാട് ഡിലേ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും നമ്മൾ ഹറിബറി ആയിട്ട് വന്ന് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയും ഫ്ലൈറ്റ് മിസ്സാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഈ ഡൽഹി അല്ലെങ്കിൽ ബോംബെ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഇഡലി, സാമ്പാർ, ചട്നി അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ ആകുമ്പോൾ ഇവിടുത്തെയൊക്കെ എന്താണ് ആ അടിപൊളിയായിട്ടുള്ള സാമ്പാറിൻ്റെ ഒരു മണം, അതൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ ഉള്ളൊരു സംഭവമല്ല. ഇനി എന്നാലും ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇല്ല, ഒരു രക്ഷയില്ല, ഭയങ്കര ടയർഡ്. ഇവിടെ ബാറൊക്കെ ഉണ്ട്, വേണ്ടത് കഴിക്കാം. അവിടെ ഒരു ബാറിൽ ഞാൻ കണ്ടു വിസ്കി മേടിച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ഫ്രീ എന്നുള്ള ലെവലിലൊക്കെ നോക്കുന്നത്. ഇവിടുത്തെ ബാറിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. ബിയറുണ്ട്, ഡൽഹി ക്യാപിറ്റൽ സ്പോർട്സ് ബാർ. ഓക്കെ, നമ്മുടെ IPLൻ്റെ ടീമിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പബ് അങ്ങനെ ഒന്ന് കാണാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഏകദേശം നമ്മളൊരു 1 മണിക്കൂറോളം നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മൾ അവസാനം